ബാർകോഴ കേസിൽ മന്ത്രി കെ എം മാണി കോഴ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് വിജിലൻസ് എസ് പി സുകേഷിന്റെ റിപ്പോർട്ട്. 15 പാലായിലെ സ്വകാര്യ വസതിയിൽ വെച്ചും 10 ലക്ഷം ഔദ്യോഗിക വസതിയിൽ വെച്ചും കൈപ്പറ്റിയത് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശൻ തന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സുകേശിന്റെ വസ്തുതാ വിവര റിപ്പോർട്ട് പീപ്പിൾ ടിവിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനായി ഡോക്ടർ ബിജു രമേശ് ചേരുന്നു. അതോടൊപ്പം കേരള കോൺഗ്രസിന്റെ നേതാവായ ആന്റണി രാജു നമ്മോടൊപ്പമുണ്ട്. ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് നമ്മുടെ ചർച്ചയിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് PC ജോർജിന്റെ വിഭാഗത്തിൽപ്പെട്ട ശ്രീ ഭാസ്കര പിള്ളയും നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ് റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടിനെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ ബിജു രമേശിലേക്ക് തന്നെ പോകാം. ശ്രീ ബിജു രമേശ്, ഇത് അതായത് കെ എം മാണിക്കെതിരെ ഒരുപാട് യുദ്ധങ്ങൾ, അതായത് നിയമപരമായും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്കും താങ്കൾ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടും അതൊന്നും ഒരു പരിധിവരെ ഫലവത്താവാതെ പോയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. വസ്തുതാ വിവര റിപ്പോർട്ട് മറച്ചുവെച്ചിരിക്കുകയായിരുന്നു. കോടതി അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ ആവശ്യപ്പെട്ട റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. കൃത്യമായി അതിൽ പറയുന്നുണ്ട് കെ എം മാണി 15, 10, 25 ലക്ഷം രൂപ വാങ്ങിയതിന്റെ തെളിവുകളുണ്ടെന്ന്. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഏതെങ്കിലും രീതിയിൽ താങ്കൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണോ ഇത്? സത്യമേവ ജയതേന്നാണല്ലോ പ്രമാണം. സത്യം എത്ര മൂടി വെച്ചാലും അത് കുറച്ചു കഴിയുമ്പോൾ പുറത്തു വരും. ഇത് വളരെ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച് ആ അന്വേഷിച്ച ഉദ്യോഗസ്ഥന്റെ അന്വേഷണ റിപ്പോർട്ടിനെ അട്ടിമറിച്ചുകൊണ്ട് വിജിലൻസ് DGP ആയിരിക്കുന്ന വിൻസെന്റ് പോൾ സാറാണ് ഇതിന്റെ പിന്നിൽ കംപ്ലീറ്റ് ചരട് വലിച്ചത്. അദ്ദേഹമാണ് ഈ കേസിനെ അട്ടിമറിച്ചത്. സത്യത്തിൽ ഈ കേരള പോലീസ്, ഇത്രയും സമഗ്രമായ കേരള പോലീസിലുള്ള ജനങ്ങളുടെ വിശ്വാസം പോലും തകർക്കുന്ന രീതിയിലായിരുന്നു വിൻസെന്റ് പോൾ സാർ ചെയ്തത്. ഒരിക്കലും അദ്ദേഹത്തെ പോലുള്ള ഇത്രയും ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോ അട്ടിമറിച്ചിരിക്കുന്ന ഇത് കേസ് കോടതി അതിന്റെ ഡയറിയും എല്ലാം റെക്കോർഡ്സുകളും കോൾ ഫോർ ചെയ്യുകയും അത് മീഡിയാസിലും ഇന്ന് നമ്മുടെ അഡ്വക്കേറ്റിന് വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ലഭിച്ച സാഹചര്യത്തിൽ ഇത് പുറത്തു വരുമെന്നുള്ള വസ്തുത അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരുന്നു. അതിനകത്ത് അന്വേഷണത്തിൽ തന്നെ വളരെ 1 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിൽ 25 കോടി രൂപയുടെ വളരെ വ്യക്തമായ 25 ലക്ഷത്തിന്റെ വളരെ വ്യക്തമായ എവിഡൻസുകൾ അതിനകത്തുണ്ട് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സുതാര്യമായ കാര്യം. സത്യം ജനങ്ങൾക്ക് ഒന്നുകൂടി ജനങ്ങളുടെ മനസ്സിൽ അത് ഉറപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള ഒരു ഇതായിട്ടാണെന്ന് അത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത് സത്യം എന്നായാലും പുറത്തു വരും. എന്നെ ഒരുപാട് രീതിയിൽ നിയമപരമായിട്ടെല്ലാം ഒരുപാട് രീതിയിൽ പല രീതിയിൽ കേസുകളും ഉദ്യോഗസ്ഥരെ കൊണ്ട് വ്യാജമായിട്ടുള്ള രേഖകളൊക്കെ ഉണ്ടാക്കി എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാണി സാർ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. കെ ബാബു ആയിക്കോട്ടെ 2 ക്രിമിനൽ കേസും സിവിൽ കേസും ഫയൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ ഒന്നുള്ള ഒരൊറ്റ കുറ്റത്തിന്റെ പേരിൽ ഒരുപാട് രീതിയിൽ അവരെ നമ്മളെ കൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ മൂടി കെട്ടുന്ന അവസ്ഥയിലേക്ക് കൂടെ ഉള്ളവരെയൊക്കെ സമ്മർദ്ദത്തിലൂടെ ഒഴിവാക്കാനും അവർക്ക് കഴിയും. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിന്റെ സത്യസന്ധമായ മൊഴികൾ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയും. ഈ ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഒരു മാണി സാർ 1 കോടി രൂപ മേടിച്ചതല്ല, മറ്റു പലരുമായി ചേർന്ന് 10-24 കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് മൊത്തം പുറത്തു വരികയാണ് സത്യത്തിൽ കൊണ്ടുവരേണ്ട ജനമധ്യത്തിൽ അത് കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണ് ഇന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഒരു തിരിച്ചു വരാം. നമ്മോടൊപ്പം ശ്രീ ആന്റണി രാജു ചേരുന്നു. ഒരുപക്ഷെ ആദ്യം മുതൽ തന്നെ കെ എം മാണിക്ക് വേണ്ടി, കെ എം മാണിയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് സമയം മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതു ജനങ്ങൾക്കിടയിലും ഇടപെട്ടിട്ടുള്ള ആളാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ള ശ്രീ ആന്റണി രാജു. ശ്രീ ആന്റണി രാജു, ഇന്നത്തെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ, ഇപ്പോൾ എന്റെ കയ്യിൽ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒറിജിനൽ, അതിന്റെ 3500 പേജുള്ള ഫാക്ച്വൽ റിപ്പോർട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് തോന്നിയ ഒരു കാര്യം, കെ എം മാണി ഏപ്രിൽ 2-ാം തീയതി തിരുവനന്തപുരത്തെ കെ എം മാണിയുടെ വീട്ടിൽ ഇദ്ദേഹം, അതായത് നിങ്ങൾ രാജ്കുമാർ ഉണ്ണിയും കൂട്ടരും, അതായത് ബിജു രമേശിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ പോയി പൈസ നൽകി എന്നുള്ള ആ ഒരു വിഷയത്തിലുള്ള അന്വേഷണത്തിൽ കെ എം മാണിയുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇദ്ദേഹം തന്നെ, രാജ്കുമാർ ഉണ്ണി തന്നെ പറയുന്നു അന്നേ ദിവസം അവിടെ പോയിട്ടുണ്ടെന്നും ടെലിഫോൺ, അതായത് മൊബൈൽ ടവർ പരിശോധനയിൽ കൃത്യമായും അവിടെ ഉണ്ടെന്നും തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. നുണ പരിശോധനയിൽ വരെ ശ്രീ അമ്പിളി, അതായത് ബിജു രമേശിന്റെ ഡ്രൈവറായ അമ്പിളി നൽകിയ വിവരങ്ങൾ കൃത്യമാണെന്ന് തെളിയിക്കുന്ന രേഖകളും ഒന്നുണ്ട്. മാത്രമല്ല ഈ രാജ്കുമാർ ഉണ്ണിയുടെയും കെ എം മാണിയുടെയും രണ്ടുപേരും ഒരു വശത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ അനുമാനിക്കുമ്പോൾ തന്നെ ഈ മൊഴികളിലുള്ള വൈരുദ്ധ്യം അത് വളരെ പ്രധാനമല്ലേ? അത് ഈ കേസിനെ വളരെയധികം സ്വാധീനിക്കില്ലേ? ശ്രീ ആന്റണി രാജു.
അങ്ങ് ഈ വൈരുദ്ധ്യം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ കേസിൽ ഏതാണ്ട് 300ഓളം സാക്ഷികൾ, 300ൽ പരം സാക്ഷികളുടെ മൊഴിയെടുത്താൽ മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ്. ഇതിൽ ബാറുടമകളുടെ മൊഴിയെടുത്താൽ ഏതാണ്ട് എല്ലാ മൊഴികളിലും പരസ്പര വിരുദ്ധമാണ്. ഇവിടെ മാണിസാറിന്റെ ഉണ്ണിയുടെയും വൈരുദ്ധ്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. മാണിസാർ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് കണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം കണ്ടു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു മന്ത്രിയെ കാണാൻ, പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ ഒരു ദിവസം ഏതാണ്ട് ശരാശരി 500 പേരാണ് എത്തുന്നത്. ഈ 500 പേരെയും കണ്ടവരെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രാം തീയതി ഇന്നാരെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാ മാണിസാറിന് അംഗീകരിക്കാൻ, ഒരു ധനകാര്യമന്ത്രിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ചോദ്യത്തിന് മുമ്പിൽ അങ്ങനെയല്ലാതെ ഒരു മറുപടി പറയാൻ കഴിയില്ല. ശ്രീ പി സി ജോർജ്, ക്ഷമിക്കണം ശ്രീ ആന്റണി രാജു, ഞാൻ ചോദിക്കുന്നത് അതായത് ഈ ശ്രീ ബിജു രമേശും അതുപോലെ തന്നെ ഇപ്പോൾ പി സി ജോർജ്, താങ്കളുടെ പാർട്ടിയിലെ പ്രമുഖ നേതാവായിരുന്നു, ചീഫ് വിപ്പായിരുന്നു, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇത്തരം ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ കെ എം മാണി ഒരു പ്രധാന മന്ത്രി സ്ഥാനത്തിരിക്കുന്നു, പ്രത്യേകിച്ച് നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്നു, ധനകാര്യ വകുപ്പാണ്. ഇവരുടെ പരാതി പ്രധാനമായും ഈ കേസെല്ലാം അട്ടിമറിക്കാൻ അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട് ഇടപെടുന്നു എന്നുള്ളതാണ്. ബിജു രമേശിനെതിരെ ഏറ്റവും വലിയ ആക്രമണം അഴിച്ചുവിട്ട ആളാണല്ലോ ശ്രീ പി സി ജോർജ്. പി സി ജോർജ് ആണല്ലോ ബിജു രമേശിനെ ഈ കേസിന്റെ കാര്യത്തിൽ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് വരെ പി സി ജോർജ് ആണല്ലോ ഏറ്റവും കൂടുതൽ ബിജു രമേശിനെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പി സി ജോർജ് പാർട്ടിയിൽ നിന്ന് ഏതാണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ചീഫ് വിപ്പ് സ്ഥാനം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമല്ലേ അതിനുശേഷം അദ്ദേഹം പാർട്ടി നേതാവിനെതിരെ ആ വൈരാഗ്യം വെച്ചുകൊണ്ട് പാർട്ടി നേതാവിനെതിരെ പറയുന്നു. ബിജു രമേശിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ജനങ്ങളോട് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന തെളിവുകൾ, അദ്ദേഹത്തിന്റെ ഇപ്പോൾ ശബ്ദരേഖയുണ്ട്, ദൃശ്യരേഖയുണ്ട്. എന്താ ഇത്രയും നാളായിട്ട്, ഇപ്പൊ മാസം 10 ആയല്ലോ, ഇതുവരെ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ മൊഴിയും വിശ്വസിച്ചുകൊണ്ട് ഒരാൾക്കെതിരെ കേസെടുത്താൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് നാളെ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്താലും കോടതി വരാന്തയിൽ നിന്നല്ലേ പോയി നിൽക്കാൻ കഴിയുള്ളൂ. ശ്രീ ആന്റണി രാജു, ഒന്ന് ചോദിച്ചോട്ടെ, ഒരു ചോദ്യം കൂടി ഇതോട് ബന്ധപ്പെട്ട് ശ്രീ ബിജു രമേശിന്റെ മറുപടി നമുക്ക് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ താങ്കൾ എന്ത് കരുതുന്നു, ക്ലിഫ് ഹൗസിൽ ഏപ്രിൽ 2-ാം തീയതി ശ്രീ കെ എം മാണി ഇല്ലായിരുന്നു എന്നാണോ താങ്കൾക്കും കിട്ടിയിട്ടുള്ള വിവരം? അല്ലെങ്കിൽ ആ പറയുന്നതിലെ വൈരുദ്ധ്യത്തിൽ ഇപ്പോഴും ഉണ്ടാവുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ താങ്കളുടെ ഭാഗത്തുനിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? കാരണം ഞങ്ങൾക്ക് കിട്ടിയ വിവരപ്രകാരം ശ്രീ കെ എം മാണി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം ഔദ്യോഗിക അവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് തിരുവനന്തപുരത്തുണ്ടായിരുന്ന ദിവസത്തെക്കുറിച്ചാണെങ്കിൽ മാണിസാറിന്റെ മൊഴിയിൽ തിരുവനന്തപുരത്ത് അന്നേ ദിവസം ക്യാബിനറ്റ് ഡേ ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ പാലായിലെ ദിവസത്തെക്കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അല്ല, മാണിസാർ പറയുന്നതായിരിക്കാം ശരിയോ അല്ലെങ്കിൽ ഏതാണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ശ്രീ ബിജു രമേശിലേക്ക് ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ വൈരുദ്ധ്യങ്ങളുടെ ചില കാര്യങ്ങൾ നമുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ശ്രീ കെ എം മാണി നൽകിയ മൊഴി പ്രകാരം അന്നേ ദിവസം തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു എന്നാണ് കൃത്യമായി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും താങ്കളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഇത് ജനങ്ങളിൽ ഇത് പുറത്തു വരണമെങ്കിൽ ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ഏജൻസി ഒന്നുകൂടി അന്വേഷിക്കണമെന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. അതിന് ഗവൺമെന്റ് എതിർക്കില്ല എന്നുണ്ടെങ്കിൽ മാണിസാർ ഉൾപ്പെടെ ഈ ഭരിക്കുന്ന ഈ ശ്രീ ആന്റണി രാജുവിന്റെ ഗവൺമെന്റ് എതിർക്കില്ല എന്ന് ആന്റണി രാജു ഉറപ്പ് നൽകാമെങ്കിൽ ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാം CBI എൻക്വയറിക്ക് വേണ്ടി. അത് വന്ന് അവർ വന്നത് അന്വേഷിക്കട്ടെ, എന്റെ നെല്ലും പതിരും തിരിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഞാൻ നാളെ തന്നെ ഫയൽ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഒബ്ജക്ട് ചെയ്യുന്നില്ല, അവർ വന്ന് അന്വേഷിക്കുന്നതിൽ ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ നെല്ലും പതിരും ജനങ്ങൾ എനിക്കും എല്ലാവർക്കും തിരികെ വരും. ഇതിന്റെ ഇരിക്കുന്ന CD എന്റെ കയ്യിൽ അല്ല, CD ജനറൽ സെക്രട്ടറി ഏൽപ്പിക്കാൻ പറഞ്ഞ് കൊണ്ടുവന്ന് ജനറൽ സെക്രട്ടറി ഏൽപ്പിച്ചിട്ട് തിരിച്ചു നിങ്ങളുടെയൊക്കെ സ്വാധീനത്തിനും രാഷ്ട്രീയ സമ്മർദ്ദത്തിനും വഴങ്ങി രാജ്കുമാറും MD ധനേഷും ഒക്കെ, MD ധനേഷ് വളരെ വ്യക്തമായ ചാനലിലൂടെ പറഞ്ഞല്ലോ, ഇതേ പീപ്പിൾ ചാനലിൽ പറഞ്ഞായിരുന്നല്ലോ, എന്റെ കൈവശം സാധനം ഇരിപ്പുണ്ട്, അത് വരട്ടെ, ഞാൻ ഈ സുപ്രീം കോടതി റിസൾട്ട് വന്നതിന് ശേഷം പുറത്തു വിടണോ വേണ്ടെന്ന് തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഈ സാധനം ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി MD ധനേഷ് ജനറൽ സെക്രട്ടറി നിങ്ങളൊക്കെ സ്വാധീന വലയത്തിൽ നിൽക്കുന്ന ഈ ധനേഷ് പോലും പറയപ്പെടുകയുണ്ടായി. അപ്പൊ ഈ സാധനം കയ്യിലുണ്ട്, അത് പുറത്തു വരണമെങ്കിൽ CBI പോലുള്ള ഏജൻസി വന്ന് ഇവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിൽ ഇതൊന്നും മാത്രമല്ല, വളരെ ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരും. ജനങ്ങൾ അറിയണം. ഇങ്ങനെയുള്ള അഴിമതികൾ നിർത്താനുള്ള ഒരു തുടക്കം അതിലൂടെ തുടങ്ങാനായിട്ട് ആന്റണി രാജു ഉൾപ്പെടെയുള്ളവർ അതിന് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഒരുപക്ഷെ ശ്രീ അഭിഭാഷകനായ ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് നമ്മോടൊപ്പം ചേരുന്നു. ഇന്ന് SP സുകേശൻ നടത്തിയ ക്വിക്ക് വെരിഫിക്കേഷനിലും കെ എം മാണിക്കെതിരെ
ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയെന്ന് തന്നെയാണ് നമ്മുടെ ലേഖകന്മാർ അറിയിച്ചിരിക്കുന്നത്. മാണി പണം കൈപ്പറ്റിയതിന് ദൃക്സാക്ഷി മൊഴിയുള്ളതായും ആ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പണം കൈമാറ്റം നടന്നത് പാലായിലും തിരുവനന്തപുരത്തും വെച്ച് ആണെന്നും ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതെന്നും തുടരന്വേഷണത്തിന് തീരുമാനിച്ചതെന്നും എല്ലാം ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടല്ല കോടതിയിൽ സമർപ്പിച്ചത്, അത് റെഫർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് നൽകിയത്. ശ്രീ ബിജു രമേശ് പറയുന്ന പോലെയാണെങ്കിൽ അത് വിജിലൻസ് ഡയറക്ടർ മുൻകൈയെടുത്ത് അത് അട്ടിമറിച്ചു എന്നുള്ളതാണ്. ഇതിന്റെ നിയമപരമായ ഒരു ആംഗിൾ എങ്ങനെയായിരിക്കും ശ്രീ ഹരീഷ് വാസുദേവ്? ഒന്ന്, നമ്മൾ ഏതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതും ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, അത് വിജിലൻസ് കേസുകളായിരുന്നാലും മറ്റ് ക്രിമിനൽ കേസുകളായിരുന്നാലും അതിന്റെ എല്ലാത്തിന്റെയും നടത്തിപ്പ് എന്ന് പറയുന്നത് ക്രിമിനൽ നടപടി ചട്ടത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ ക്രിമിനൽ നടപടി ചട്ടത്തിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഒരു അന്വേഷണത്തിന് വേണ്ടി കോടതി ചുമതല ഏൽപ്പിക്കുമ്പോൾ ആ അന്വേഷണം പൂർത്തിയാക്കി CRPC 173 അനുസരിച്ചാണ് അദ്ദേഹം ഒരു ഫൈനൽ റിപ്പോർട്ട് ഒരു കോടതിയിൽ സമർപ്പിക്കുന്നത്. CRPC 173യിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ അധികാരം എന്ന് പറയുന്നത് പരമാധികാരമാണ്. അദ്ദേഹം, നമ്മൾ സാധാരണയായി സുപ്രീം കോടതി തന്നെ പല കേസുകളിലും പറഞ്ഞിട്ടുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഈസ് ദ കിങ് ഓഫ് ഫാക്ട്സ് എന്നാണ്. അദ്ദേഹമാണ് വസ്തുതകളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായ വാക്ക്. അദ്ദേഹത്തിന് നേരിട്ട് കോടതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കണ്ടെത്തിയ സത്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും ഒപ്പം ബാധ്യതയുമുണ്ട്. അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ പെടുന്ന കാര്യങ്ങളാണത്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ മുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ വിജിലൻസിന്റെ കാര്യത്തിൽ നമുക്കറിയാം CRPC അല്ലാതെ തന്നെ അവർക്ക് വിജിലൻസിന്റേതായ ചില പ്രൊസീജിയറുകൾ, റൂളുകളുണ്ട്. ചില ചട്ടങ്ങൾ അവർക്ക് പ്രത്യേകമായി അവരുടെ സർക്കുലറുകളുണ്ട്. ആ സർക്കുലർ പ്രകാരം വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ വിജിലൻസ് ഡയറക്ടറുടെ പെർമിഷൻ ആവശ്യപ്പെട്ടിരിക്കണം. അങ്ങനെ വിജിലൻസ് ഡയറക്ടറുടെ പെർമിഷനോട് കൂടി മാത്രമേ പറ്റുമെങ്കിൽ അവിടുത്തെ നിയമ ഉപദേശകന്റെ നിയമോപദേശത്തോടു കൂടി മാത്രമേ ആ റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് വിജിലൻസുമായി ബന്ധപ്പെട്ട സംസ്ഥാന വിജിലൻസിന്റെ ഉള്ളിലുള്ള ചട്ടങ്ങൾ. പക്ഷേ ഈ ഉള്ളിലുള്ള നിയമങ്ങൾ വെറും സർക്കുലറുകളോ അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരു ഡയറക്ഷനോ ആയി നിലനിൽക്കുകയും സുപ്രീം കോടതി പല കേസുകളിലും പറഞ്ഞിട്ടുള്ളതുപോലെ CRPC 173 പ്രകാരം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കോടതിയിൽ സമർപ്പിക്കുന്ന വസ്തുതകൾ അതിലിടപെടാൻ യാതൊരു തരത്തിലുള്ള അധികാരവും അതിന് മേലിലുള്ള ഡയറക്ടർക്കോ മറ്റു ഉദ്യോഗസ്ഥന്മാർക്കോ ഇല്ല എന്നുള്ളതും കൃത്യമായി സുപ്രീം കോടതി പല കേസിലും പറഞ്ഞിട്ടുണ്ട്. MC മേത്ത കേസിൽ വളരെ വ്യക്തമായി ഈ കാര്യം മാത്രം പരിശോധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഫൈൻഡിംഗ് ആണ് കോടതിയിലെത്തേണ്ടത്. പക്ഷേ ഈ കേസിൽ കാണുന്നത് ഇപ്പൊ ഒരു പാരലൽ ട്രയലാണ് ഇപ്പോൾ സത്യത്തിൽ കേരളത്തിലെ സവിശേഷമായ ഒരു സാഹചര്യം ഉണ്ടായത്. ശ്രീ ഹരീഷ് വാസുദേവ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കോടതിക്ക് നൽകുന്നതിന് മുമ്പ് നിയമോപദേശം തേടുക എന്നുള്ള ഒരു പുതിയ കീഴ്വഴക്കം കൂടി നമുക്ക് കാണാൻ സാധിച്ചു. അറ്റോർണി ജനറലിന് അയക്കുന്നു, മുൻ അറ്റോർണി ജനറലിന്റെ നിയമോപദേശം തേടുന്നു. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ശ്രീ KM മാണിക്കെതിരെ കേസെടുക്കേണ്ട എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നിയമോപദേശത്തിന്റെ പ്രസക്തി എത്രമാത്രമുണ്ട്? പ്രത്യേകിച്ച് ഈ താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കേസന്വേഷണ ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് നൽകുകയും പിന്നീടാണ് നിയമവിദഗ്ധർ ഇതിൽ ഇടപെടേണ്ടതും എന്നുള്ളതല്ലേ അതിന്റെ ഒരു ശരിയായ രീതി? വിജിലൻസിന്റെ കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫൈൻഡിങ്സിനെ സംബന്ധിച്ച് അത് അന്തിമമായ വാക്കാണ് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ആവർത്തിച്ച് പറയുന്നു. അക്കാര്യത്തിൽ ശ്രീ ആന്റണി രാജുവിന് പോലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വസ്തുതകൾ, ഫാക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അന്തിമമായ ആളെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ്. പക്ഷേ അദ്ദേഹം കണ്ടെത്തിയ ഫാക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന നിയമപരമായ സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷിയെ ഉൾപ്പെടുത്തണോ വേണ്ടയോ അല്ലെങ്കിൽ അതിനെ കേസ് നടപടിയെ ബാധിക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക്, നിയമപരമായ സംശയങ്ങൾക്ക് മാത്രമാണ് ഈ അസിസ്റ്റന്റ് ലീഗൽ ഓഫീസർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസറുടെ പെർമിഷൻ അല്ലെങ്കിൽ അവരുടെ കൺസൾട്ടന്റ് ഈ കൺസൾട്ട് ചെയ്തുകൊണ്ട് അവരെ പരിഗണിച്ചുകൊണ്ട് അവരുടെ അഡ്വൈസ് കൂടി പരിഗണിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്നത്. അവരൊരു കാരണവശാലും ഇതിന്റെ ഫാക്ട് ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ വസ്തുതകളിൽ നിന്ന് വ്യതിചലിക്കാൻ പറയാൻ അവർക്ക് അധികാരമില്ല. അങ്ങനെ ആരെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ കയ്യിലുള്ള കൈകടത്തലാണ്, CRPC 173യുടെ വയലേഷനാണ്. തീർച്ചയായിട്ടും ഈ കാര്യം മറ്റൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, CBI പോലുള്ള ഏജൻസി കണ്ടെത്തുകയാണെങ്കിൽ ബന്ധപ്പെട്ട ലീഗൽ അഡ്വൈസ് കൊടുത്ത ആളുകൾക്കെതിരായി തെളിവ് നശിപ്പിക്കൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഈ കാര്യം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇതിനൊരു CBI എൻക്വയറി ആവശ്യമായി വന്നിരിക്കുന്നത് ഈ സ്റ്റേജിൽ? നേരത്തെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ തന്നെ CBI എൻക്വയറി എന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു. ഞാൻ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ എന്ന് കോടതിയിലുണ്ടായിരുന്നു.
അന്ന് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, ഏതെങ്കിലും സ്റ്റേജിൽ അന്വേഷണത്തിന് വിഘാതമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോടതിയെ അപ്രോച്ച് ചെയ്യാമെന്നാണ്. ഇപ്പോൾ വസ്തുതാപരമായി വന്നിരിക്കുന്ന ഒരു സംഗതി, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ വസ്തുതകൾ, കണ്ടെത്തിയ സത്യങ്ങളെ, സീക്രട്ട് ഫാക്ട്സ് എന്ന് നമ്മൾ വിളിക്കുന്ന സത്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെളിവ് നശിപ്പിക്കലാണ്. ആ തെളിവ് നശിപ്പിക്കലിന് ബന്ധപ്പെട്ട വിജിലൻസ് ഡയറക്ടർ മറുപടി പറയണം. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കണ്ടെത്തലുകൾ കോടതിയിൽ എത്താതിരുന്നത് എന്നതിന് മറുപടി പറയണം. ഇത് വ്യക്തമാണ്. ഒരുപക്ഷെ ശ്രീ ആന്റണി രാജുവിനെ, അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണല്ലോ, ശ്രീ ആന്റണി രാജുവിനെ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ചും ഈ ഒരു കേസുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് വിജിലൻസ് ഡയറക്ടർ എടുത്ത ഒരു നടപടി ലീഗൽ അഡ്വൈസ് അല്ലെങ്കിൽ നിയമോപദേശം തേടിയതിനു ശേഷം മാത്രം ഫർദർ മൂവ് ചെയ്യാം എന്നുള്ളത് അത് തെറ്റാണെന്നാണ് പ്രമുഖ അഭിഭാഷകരെല്ലാം പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നിയമജ്ഞർ ഒന്നടങ്കം പറയുന്നു വളരെ ക്രൂഷ്യലാണ് ഇപ്പോൾ ശ്രീ കെ എം മാണിയുടെ അവസ്ഥ. ഈ കേസിൽ നിന്ന് തലയൂരാൻ വളരെയധികം വിയർക്കേണ്ടി വരുമെന്ന് തന്നെയാണ്. ശ്രീ ആന്റണി രാജു, ഏതായാലും ഈ കേസിൽ നിയമോപദേശം കൊടുത്തവരെക്കാൾ വലിയ അഭിഭാഷകരല്ലല്ലോ കേരളത്തിലുള്ളത്. പരാശരൻ എന്താ മോശമാണോ? ഇന്ത്യയിലെ അറ്റോർണി ജനറൽ ആയിരുന്ന ആളാ. നാഗേശ്വർ റാവു മോശമാണ്. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന 10 വക്കീലന്മാരെടുത്താൽ ഒരാളാണ്. അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസർ, ഇവിടുത്തെ ഗവൺമെന്റ് ലീഗൽ അഡ്വൈസർ, ഇടതുമുന്നണിയുടെ ഗവൺമെന്റ് കാലത്ത് വെച്ച വക്കീല്, ആ വക്കീലന്മാരെല്ലാം പറയുന്നു ഒരേ സ്വരത്തിൽ കെ എം മാണിക്കെതിരെ കുറ്റപത്രം കൊടുക്കാൻ ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ ഒരു നിയമം ഈ രാജ്യത്ത് നിലവില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഇടതുപക്ഷ പാർട്ടികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ താല്പര്യത്തോടെ അഭിപ്രായം പറയുന്ന വക്കീലന്മാർ അത്തരം അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ ഈ പരാശരന്റെയും നാഗേശ്വർ റാവുവിന്റെ അഭിപ്രായം അതിനേക്കാൾ അവരുടെ അഭിപ്രായം തള്ളിക്കളയേണ്ടതുണ്ടോ? അതെ, മനസ്സിലായി. താങ്കളുടെ വിശദീകരണം ആ രീതിയിൽ തൃപ്തികരമാണെങ്കിൽ പോലും അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ് ഉന്നയിച്ച വിഷയങ്ങൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആണ്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശ്രീ ഫക്രുദ്ദീൻ അലി, താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മൾ ചാനലുകളിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ പാർലമെന്റിനെ വരെ ഇളക്കി മറിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു അഴിമതി കേസിനെ കുറിച്ചുള്ള വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ശ്രീ കെ എം മാണിയുടെ ഒരു ഭരണ സംവിധാനം തീർച്ചയായും ഇതല്ല ഇതിനപ്പുറത്തുള്ള കേസുകളെയും അട്ടിമറിക്കാൻ പ്രാപ്തമാണ് എന്നുള്ള അവസ്ഥയാണോ? ശ്രീ ബിജു രമേശിനെ പോലുള്ളവർ ഈ നടത്തുന്ന ഫൈറ്റ് ഏത് ലെവൽ വരെ പോകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഞാൻ ആദ്യമായിട്ടല്ല ഈ ഒരു പെർട്ടിക്കുലർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൈരളിന്റെ ഫ്ലോറിലിരിക്കുന്നത്. അരുവിക്കര ഇലക്ഷന്റെ സമയത്ത് സുകേഷിനെ മറ്റും വെളിപ്പെടുത്തൽ വന്ന സമയത്ത് നിങ്ങൾ സ്റ്റിംഗ് ക്യാമറ വെച്ചോ റെക്കോർഡ് ചെയ്തോ മറ്റോ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നപ്പോൾ അന്ന് ഞാൻ ചർച്ചയിൽ 3 അവർ പങ്കെടുത്ത ഒരാളാണ്. അന്ന് അരുവിക്കര ഇലക്ഷന്റെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ആ ഇലക്ഷനിൽ എന്റെ ആഗ്രഹം ജനങ്ങളത് മനസ്സിലാക്കണമെന്നായിരുന്നു. ആ ആഗ്രഹം ഞാൻ പങ്കുവെച്ചു. പക്ഷെ എനിക്കറിയാമായിരുന്നു ജനങ്ങളത് ആ ആഗ്രഹത്തിനനുസരിച്ചല്ല ജനങ്ങൾ. ഒരു ഇലക്ടറൽ പൊളിറ്റിക്സിൽ മറ്റൊരുപാട് ഘടകങ്ങൾ വരും. ഇപ്പൊ ബാലകൃഷ്ണ പിള്ളനെ എതിരെ പല കോടതി വിധികൾ വന്ന സമയത്തും ശക്തമായ ആരോപണങ്ങൾ വന്നിരുന്ന സമയത്തും ബാലകൃഷ്ണ പിള്ള സുഖമായി ജയിച്ചു വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇലക്ടറൽ പൊളിറ്റിക്സ്. അതുകൊണ്ട് ജനവിധി ഇതിലൊന്നും അന്ത്യവിധിയായി കരുതാൻ പാടില്ല. ഇത് രാഷ്ട്രീയക്കാർ എളുപ്പം പറയുന്ന സംഭവമാണ്. ഞങ്ങൾ ജനവിധിയാണ് പ്രധാനം. ഈ മാണിയുടെ കാര്യത്തിൽ എനിക്ക് പലപ്പോഴും ബിജു രമേശിനെ പറ്റി തോന്നി ഒന്നേതെന്ന് നന്ദിയാണ് തോന്നിയത്. ഇദ്ദേഹം ബിജു രമേശ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് മാണി മുഖ്യമന്ത്രി LDF അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകകക്ഷിയായിട്ട് LDF ആകായിരുന്നു, മുന്നണിയായിട്ട് LDF ആകായിരുന്നു. സത്യത്തിൽ കേരളത്തിൽ LDF ഇപ്പോൾ തൽക്കാലം രക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ബിജു രമേശാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ബിജു രമേശ് എന്താ വട്ടാണെന്നോ. കാരണം മാണിയുടെ ഒരു സ്വാധീന വലയം എന്ന് വെച്ചാൽ കുഞ്ഞാലിക്കുട്ടിന്റെ കേസിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടാണ്, ഐസ്ക്രീം കേസിൽ ഉൾപ്പെടെ മാണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പല ഗൂഢാലോചനകളും പുറത്ത് നീങ്ങിയത്. അത് റൌഫ് പിന്നെ വെളിപ്പെടുത്തലുണ്ടായി. അപ്പോൾ മാണിയുടെ ഒരു സ്വാധീന ശക്തി ഉപയോഗിച്ച് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അത് രമേശ് ചെന്നിത്തല തന്നെ പറയാതെ പറയുണ്ടായി. ഇപ്പം സിസക്കിനെ പോലെയുള്ള ഭാഷാശാസ്ത്രജ്ഞരൊക്കെ പറയുന്ന ഒരു കാര്യം, നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ദേഷ്യം പിടിച്ച് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ, അതിലാണ് സത്യം നമ്മുടെ മനസ്സിൽ എന്താണുള്ളതെന്ന്. രമേശ് പറഞ്ഞത് എന്താണ്? ഞാൻ ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് നടുവിലായിരുന്നു എന്നാണ് രമേശ് പറയുന്നത്. അതുമാത്രമല്ല, രമേശ് പല കാര്യങ്ങളും എടുക്കുന്നത്, ഇപ്പം വിഴിഞ്ഞം പദ്ധതി ഒപ്പിടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ രമേശിന്റെ അസാന്നിധ്യം, രമേശ് എടുത്ത നിലപാട്, ഇതെല്ലാം രമേശിന് ശക്തമായിട്ട് അതൃപ്തി പല കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബിജു രമേശ് കൊണ്ടുവന്ന ബാർക്കോയ കേസ് തന്നെയാണ്. ബാർക്കോയ കേസിൽ ഹരീഷ് ചൂണ്ടിക്കാണിച്ച പോലെ വളരെ കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അതിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്തുകയും അദ്ദേഹം കൃത്യമായിട്ട് തെളിവുകൾ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം മറികടക്കുന്ന രീതിയിലാണ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗത്തു നിന്ന്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായത്. ഇത്തരം ഇടപെടൽ തന്നെയാണ്. ചോദിച്ചോട്ടെ, ശ്രീ ബിജു രമേശ് ആദ്യം കെ എം മാണിയുടെ പേര് മാത്രമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷെ അതിന്റെ തുടർച്ചയെന്നോണം മന്ത്രി കെ ബാബുവിന്റെ പേരും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ
ശത്രുത സമ്പാദിക്കുന്നതിനപ്പുറത്ത് കേസിന്റെ ഫോക്കസ് നഷ്ടപ്പെടുത്താൻ. അതെ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ ബിജു രമേശ്, രണ്ട് കാര്യം ഞാൻ പറയട്ടെ. ഒന്ന്, ബിജു രമേശിനെ പോലെയുള്ളവർ, അദ്ദേഹം ഇത്രയും കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ എല്ലാ എന്താ പറയാ അന്തർനാടകങ്ങളും അറിയുന്ന ആളാണ്. അദ്ദേഹം ഒരു നിർണായകമായ സമയത്ത് അദ്ദേഹത്തിന് മടുത്തിട്ട്, അദ്ദേഹം തന്നെ മടുത്ത പല കാരണങ്ങളും അദ്ദേഹം പറയണ്ടേ, അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. കേരള രാഷ്ട്രീയ ഒരു പ്രത്യേക ജംഗ്ഷനിൽ എത്തിക്കുന്ന സമയത്ത് അത് നമുക്കൊരു അനുഗ്രഹമായി കരുതാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാണി ഈ ബജറ്റ് വെക്കുന്ന ആളാണ്. രമേശൊക്കെ ആയിട്ട് മാണി ഇടപാട് നടത്തലുണ്ട്. ഇവിടെ സ്വർണ്ണപ്പണിക്കാരായിട്ട് ഇടപാട് നടത്തുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. പക്ഷേ പറയാനൊരു ആളില്ലായിരുന്നു. നമുക്ക് അറിയാവുന്നല്ലാതെ നമ്മളെ മുന്നിൽ തെളിവില്ല. അപ്പൊ രമേശ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, രമേശിന്റെ ഈ ആരോപണം ഇങ്ങനെ മുറുകി നിൽക്കുന്ന സമയത്താണ് ബാബുവിനെതിരെയുള്ള ഒരു ആരോപണം വന്നത്. ബാബുവിനെതിരെയുള്ള ആരോപണം വന്നുകൊണ്ട് കോൺഗ്രസ് കൂടി വല്ലാതെ ഡിഫെൻസീവ് ആവുകയും മാണിയെയും ബാബുവിനെ ഒരുമിച്ച് രക്ഷിക്കേണ്ട ഒരു ബാധ്യത അവർക്ക് വരികയും ചെയ്തിരുന്നു. ഈ ബുദ്ധിപരമായിട്ട് രമേശിനെ കുറച്ചുകൂടി നീങ്ങാമായിരുന്നു ഞാൻ വിചാരിക്കും. മാണിയുടെ ഒരു സൈഡ് ആക്കിയതിനു ശേഷം ബാബുവിനെതിരെ അസ്തം തൊടുത്താൽ മതിയായിരുന്നു. എങ്കിലാണ് കുറച്ചുകൂടി ഫോക്കസ് ആകുമായിരുന്നു. നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടത്. അതിന് മുമ്പായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ബാർ കോഴയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ നീക്കങ്ങളിലുണ്ടായ ആദ്യത്തെ ഇര എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് പി സി ജോർജ്. അദ്ദേഹത്തിന്റെ സ്ഥാനം പോയി, പാർട്ടിയിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ശ്രീ ഭാസ്കരപിള്ള അദ്ദേഹത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ശ്രീ ഭാസ്കരപിള്ള, താങ്കൾ നമ്മൾ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇന്നത്തെ ഈ സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏതെങ്കിലും രീതിയിൽ ശ്രീ കെ എം മാണിക്കെതിരായിട്ടുള്ള ഇത്തരം നിഗമനങ്ങൾ, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, ബിജു രമേശ് ഒരു വശത്ത്, മാധ്യമങ്ങൾ മറ്റൊരു വശത്ത്, ഗവൺമെന്റ് ഇതിനെതിരായിട്ട് എന്ത് തോന്നുന്നു? എങ്ങനെയായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക എന്നാണ് താങ്കൾ കരുതുന്നത്? സത്യം എത്ര മൂടി വെച്ചാലും അത് പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ബാറക്കോഴ കേസിൽ കെ എം മാണി ആ കൈക്കൂലി വാങ്ങി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ കേസ് അന്വേഷിക്കുന്ന എസ് പി സുകേശനാണ്. എസ് പി സുകേശൻ വിശദമായ രീതിയിൽ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് അവിടെ പോയി. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ അതുപോലെ അംഗീകരിച്ചില്ല? അതിനെന്തിനു വേറെ അഡ്വക്കേറ്റ്മാരെ കൊണ്ടുവന്നിട്ട് ലീഗൽ അഡ്വൈസ് തേടി അത് മാറ്റി മറിച്ചെടുക്കുന്ന ചിത്രമാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ അഡ്വക്കേറ്റ് ഹരീഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ഫൈൻഡിങ്സ്, തെളിവോടുകൂടിയുള്ള ഫൈൻഡിങ്സ് വളരെ പ്രസക്തമാണ്. അവിടെ തെളിവുകൾ മറ്റേ അമ്പിളിയെ കൊണ്ട് നുണപരിശോധന വരെ നടത്തി. അമ്പിളിയെ കൊണ്ട് നുണപരിശോധന നടത്തിയിട്ട് വീണ്ടും നടത്തിച്ചത് വളരെ കറക്റ്റാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ശ്രീ ആന്റണി രാജിയിലേക്ക് നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇപ്പോൾ ശ്രീ കെ എം മാണിയെ കുറിച്ചുള്ള അഴിമതി ആരോപണങ്ങൾ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപയുടെ ആണ് വന്നിരുന്നതെങ്കിലും അതിനുശേഷം അതിൽ കൂടുതൽ തുകയ്ക്കുള്ള ആരോപണ വിധേയരായ മന്ത്രിമാരെ കുറിച്ചും പരാമർശ വിധേയമായിട്ടുണ്ട്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ രാഷ്ട്രീയ നിരീക്ഷകരും അല്ലെങ്കിൽ മാധ്യമങ്ങളും ബിജു രമേശ് ഉൾപ്പെടെയുള്ളവർ ശ്രീ കെ എം മാണിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വേട്ടയാടപ്പെടുന്നു എന്നെല്ലാമുള്ള ഒരു തോന്നലിലാണോ നിൽക്കുന്നത്? ശ്രീ ആന്റണി രാജ, ഞാൻ ചോദിക്കട്ടെ, മാണി സാറിനെ വേട്ടയാടി, അതുകൊണ്ട് ബാക്കി എല്ലാവരെയും വേട്ടയാടണമെന്ന് ഞങ്ങൾക്ക് എങ്ങനെയാ പറയാൻ കഴിയുക? ഈ കാര്യത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടക്കം മുതൽ ഒക്ടോബർ 31 രാത്രി ഈ പീപ്പിൾ ചാനലിൽ തുടങ്ങി, മനോരമ ചാനൽ തുടങ്ങി, പരസ്പര വിരുദ്ധമായ അവിശ്വസനീയമായ മൊഴി, ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളുടെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏതെങ്കിലും മന്ത്രിക്ക് നാളെ ഈ രാജ്യത്ത് ഭരിക്കാൻ കഴിയുമോ? മാണി സാറിന്റെ ഈ ആരോപണങ്ങളിൽ ബാറുടമയായ ശ്രീ ബിജു രമേശ് ഉന്നയിച്ച ആരോപണത്തിൽ ശ്രീ ബാബുവിനെതിരെ ഉന്നയിച്ച ആരോപണമായിരുന്നാലും ശരി, മറ്റു മന്ത്രിമാർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ് ശരി, ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി കേസെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതാണ് ശരി, അതാണ് നിയമം, അതാണ് നീതി എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ആ ശരിയും ആ നീതിയും ആ നിയമവും മാണിസാറിന് കൂടി ആപ്ലിക്കബിൾ ആക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മാണിസാറിനെതിരെ കേസെടുത്തു ഉടനെ അതുപോലെ ബാക്കി എല്ലാവർക്കെതിരെ കേസെടുക്കണമെന്ന് പറയുന്നത് ഞങ്ങളുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. താങ്കൾ പറഞ്ഞതിലെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. മാണിസാറിനും മാത്രമായിട്ടുള്ളൊരു വേർതിരിവ് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നമുക്കറിയാം, ധാർമ്മികതയെക്കുറിച്ച് ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുന്നതിന് പോലും പ്രസക്തിയില്ലെന്നറിയാം. എങ്കിൽ പോലും നിയമമന്ത്രിയാണ്, സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയിലെ ഏറ്റവും പ്രബലമായ പാർട്ടിയുടെ നേതാവാണ്, ഒരുപാട് വർഷത്തെ 30 വർഷത്തിലേറെയുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അദ്ദേഹം അധികാരസ്ഥാനത്ത് തുടരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അട്ടിമറിക്കാൻ വളരെ എളുപ്പമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്.
നിയമവകുപ്പിന് എന്തെങ്കിലും ഇടപെടാൻ കഴിയുമോ? ഈ കേസിൽ അന്വേഷിക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെന്റ്, വിജിലൻസ് എന്ന് പറയുന്നത് ഹോമിന്റെ കീഴിൽ വരുന്നത്, വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസേഴ്സ് ഹോം ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നവര്. പിന്നെ ഏത് വിധത്തിലാണ് നിയമമന്ത്രിക്ക്, ഏത് നിയമ ഉദ്യോഗസ്ഥനാണ് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ കഴിയുക? അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങൾ ബാലിശമാണ്. നിയമവകുപ്പിന്റെയും വിജിലൻസ് വകുപ്പിന്റെയും വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മന്ത്രിമാർ ആരെന്ന് അറിയാത്തവര് ശ്രീ ബിജു രമേശിന് തോന്നുന്നുണ്ടോ അങ്ങനെയാണ്? അതായത് നിയമമന്ത്രിയായ ശ്രീ കെ എം മാണിക്ക് യാതൊരു വിധത്തിലും ഒരു രീതിയിലും ഇത്തരം കേസുകളിലൊന്നും ഇടപെടാൻ പറ്റാത്ത, കൈ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ള രീതിയിലാണ് ശ്രീ ആന്റണി രാജു പറയുന്നത്. താങ്കളുടെ അനുഭവം എന്താണ്? എല്ലാ തലങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട്, എല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ചീഫ് സെക്രട്ടറിയെ പോലും എന്റെ ഒരു കെട്ടിടം പൊളിക്കണമെന്ന്, ഏത് വിധേനയും പൊളിക്കണമെന്ന് മാണിസാറിന്റെ ഭാഗത്താണ് വളരെ പ്രഷർ എന്നാണ് ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എന്റെ കെട്ടിടം പുറമ്പോക്കാണെന്ന് പറഞ്ഞൊരു റിപ്പോർട്ടുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാന്ന് വന്നപ്പോൾ എന്റെ കെട്ടിടത്തിന് ബലക്ഷയമാണ്, അതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഏത് സമയം എന്റെ കെട്ടിടം തകർന്നു വീഴും, അതുകൊണ്ട് പൊളിച്ചു മാറ്റണമെന്നും. ഇതൊക്കെ മാണിസാറിന്റെ പ്രഷറും ഇപ്പൊ കെ ബാബുവും കൂടി ചേർന്നുകൊണ്ട് അവരെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി അവർക്കെതിരെ അഴിമതി ആരോപണം പറഞ്ഞതിന്റെ പേരിൽ എന്തും ചെയ്യുക എന്നുള്ള, അപ്പോൾ എന്നെ ഒന്ന് ബലിയാടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജനങ്ങൾക്കൊരു മാതൃകയാക്കി ഭയപ്പെടുത്തി അവിടെ അഴിമതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലേക്ക് വരുന്നത്. ഒരു അഴിമതി പറഞ്ഞതിന്റെ പേരിൽ എന്നെ എന്തിനാ ഇങ്ങനെ എത്രമാത്രം ക്രൂശിക്കുന്നതിലേക്ക് വേണ്ടി മാണി സാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, ബാബു എന്തിനാ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അപ്പൊ അവരുടെ അഴിമതികൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എന്റെ ഒരു കെട്ടിടം പൊളിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് എഴുതിയത് ആരാ? വെറും ഒരു തഹസീൽദാരെ കൊണ്ട് സെക്രട്ടേറിയറ്റ് വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കൊണ്ട് എഴുതിയ പേപ്പറിൽ ഒപ്പിടിപ്പിച്ച് മേടിക്കുകയാണ് ചെയ്തത് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് പരിശോധന നടത്തിയിട്ടില്ല. ഇപ്പൊ ആന്റണി രാജു പറഞ്ഞ തന്നെ ഹോം ഡിപ്പാർട്ട്മെന്റ് വളരെ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. ഹോം മിനിസ്റ്റർ പോലും ചാനലിൽ പബ്ലിക്കായിട്ട് പറയുകയുണ്ടായി, എനിക്ക് വളരെയേറെ സമ്മർദ്ദമുണ്ടായി മാണിസാറിന്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം സമ്മർദ്ദം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്? മാണിസാറിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ല ഹോം മിനിസ്റ്റർ ആരും സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല. അപ്പൊ ഈ കേസ് അട്ടിമറിക്കുന്നതിലൂടെ ശക്തമായ സമ്മർദ്ദം നടന്നിട്ടുണ്ട് എന്നുള്ള പൊതുവെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുമുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, ഇതിപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു നിയമപരമായ കേസന്വേഷണത്തിൽ നിയമവകുപ്പിന് ഇടപെടാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ശ്രീ കെ എം മാണിയുടെ വല്ലാത്ത സമ്മർദ്ദങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് എസ് പി സുകേശൻ തന്നെ നൽകിയ ആത്മഹത്യ ചെയ്യാൻ വരെ ആലോചിച്ചു പോയ ഒരു അവസ്ഥയുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ വേറൊരു വശത്ത് നിയമപരമായി ചിന്തിക്കുമ്പോൾ മാധ്യമങ്ങളിലൂടെയുള്ള ചർച്ചകളും ശ്രീ ബിജു രമേശിനെ പോലെ ഉയർത്തിക്കൊണ്ടുവരുന്ന അഴിമതി ആരോപണങ്ങളും എല്ലാം കോടതിയും ഇതെല്ലാം കാണുന്നതല്ലേ. ഒരുപക്ഷെ കോടതിയെ സ്വാധീനിച്ചില്ലെങ്കിൽ പോലും ശക്തമായ തെളിവുകളില്ലെങ്കിൽ പോലും നമുക്കറിയാം ലളിതകുമാരി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നൽകേണ്ട പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യലും അറസ്റ്റ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നത് ഒരു യൂട്ടോപ്യൻ ലോകമായി പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നില്ല. എങ്ങനെയാണ് അതിനെ കാണുന്നത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്? ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇതിന്റെ ഇന്നത്തെ ഈ ട്വിസ്റ്റിനെ വഴിവെച്ചിരിക്കുന്നത്. അതായത് വസ്തുതാ അന്വേഷണം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കടമയാണ്. വസ്തുതാ അന്വേഷണ പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ വസ്തുതകൾ കോടതിയിൽ എന്തുകൊണ്ട് സമർപ്പിച്ചില്ല എന്ന കാര്യത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആന്റണി രാജുവിനോ ഇതുവരെ ഈ ചർച്ചകളിൽ പങ്കെടുത്ത ഒരാൾക്കുമോ യാതൊരുവിധ എതിരഭിപ്രായവും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം വസ്തുതകൾ കോടതിയിൽ എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നില്ല എന്നതിന് ഇവർ മറുപടി പറയാതെ ലീഗൽ അഡ്വൈസ് ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഇടതുപക്ഷ താല്പര്യങ്ങളുള്ള വക്കീലന്മാർ അങ്ങനെ പലതും പറയുന്നതാണ്. എന്നെപ്പറ്റി ഉദ്ദേശിച്ചാണെങ്കിൽ ഞാൻ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന 3 പേർക്കെതിരെ വിജിലൻസ് കോടതിയിൽ സ്വന്തം പേരിൽ കേസ് നടത്തിയിട്ടുള്ള ആളാണ്. ഇടതുപക്ഷമോ വലതുപക്ഷമോ വ്യത്യാസമില്ലാതെ അഴിമതിക്കെതിരായി നിരന്തരമായി കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ആറന്മുളയിൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ എല്ലാവരെയും ക്രൂശിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലൂടെ ഈ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കേണ്ട. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയിലെ 2 അഭിഭാഷകരുടെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടെന്ന്. എന്ത് പരിഹാസ്യമാണെന്ന് ആലോചിച്ചു. കാരണം സുപ്രീം കോടതിയിലെ അഭിഭാഷകരായിട്ടുള്ള ശ്രീ നാഗേശ്വർ റാവു ഉൾപ്പെടെ കേരളത്തെ സർക്കാരിന് കൊടുത്തിരിക്കുന്ന അഡ്വൈസുകൾ എന്ന് പറയുന്നത് അദ്ദേഹം വാദിച്ചിട്ടുള്ള ഒരു 100 കേസെങ്കിലും അദ്ദേഹം തോറ്റിട്ടുണ്ടാവും എന്ന് കരുതി അദ്ദേഹത്തിന്റെ അഡ്വൈസുകളെല്ലാം ശരിയാവണമെന്നുണ്ടോ? കേരള സർക്കാരിന് നേരത്തെ അവർ വാദിച്ചിട്ടുള്ള കേസുകൾ പോലും തോറ്റിട്ടുണ്ട്. അവരുടെ അഡ്വൈസ് ആണോ അന്തിമം? ഒരു ക്രിമിനൽ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന തെളിവുകൾ ആരാ പരിശോധിക്കേണ്ടത്? സുപ്രീം കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജിയോ അല്ല. ആദ്യം അത് പരിശോധിക്കേണ്ടത് ഒരു മജിസ്ട്രേറ്റ് കോടതിയാണ്, ഒരു വിജിലൻസ് കോടതിയാണ്. വിജിലൻസ് കോടതിയിലെ ജഡ്ജിയുടെ മുമ്പിൽ തെളിവുകൾ ഹാജരാക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് തടസ്സം? അവിടെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ക്രിമിനൽ കേസുകൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെഞ്ച്
ആ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് വളരെ കൃത്യമായി ചില നിരീക്ഷണങ്ങൾ കേരളത്തിലെ വിജിലൻസിനെ സംബന്ധിച്ചുണ്ടാക്കി. എന്താണ് ആ നിരീക്ഷണങ്ങൾ? വിജിലൻസ് എന്ന് പറയുന്നത് കൂട്ടിലടച്ചിട്ട തത്തയെ പോലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി അതത് സമയത്ത് റിപ്പോർട്ടുകൾ മാറ്റി എഴുതി കൊടുക്കുന്ന ഒരു സംവിധാനമായി അധപ്പതിച്ചിരിക്കുന്നു. ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി എന്നതാണ് ക്രിമിനൽ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പ്രവൃത്തിയല്ല ഇപ്പൊ അവർ ചെയ്യുന്നത് എന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ നിരീക്ഷണം വന്നു. നിരീക്ഷണം മാത്രമല്ല, സംസ്ഥാന സർക്കാർ കേസ് നടത്തിപ്പിലുണ്ടാകുന്ന വീഴ്ചകൾ അക്കമിട്ട് നിർത്തിക്കൊണ്ട് അദ്ദേഹം ഇൻട്രീം ഓർഡർ കൊടുത്തു. ഈ നിമിഷം വരെ സർക്കാർ അതിനെതിരായി എവിടെയും കോടതിയിൽ പോയിട്ടില്ലല്ലോ അപ്പീൽ. അപ്പൊ തീർച്ചയായിട്ടും സർക്കാർ കൂടി അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് കേരളത്തിലെ വിജിലൻസിനെ ബന്ധപ്പെട്ട ഭരിക്കുന്ന കക്ഷികൾ, ഇടതായാലും ആരായാലും UDF ആയാലും, അവരെ ഇടപെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് മുക്കുന്നു എന്ന കാര്യം, അത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന കാര്യം, ഇതാണ് അഴിമതിക്ക് വകവെക്കുന്നത്. അതുകൊണ്ടാണ് ആ സിസ്റ്റത്തെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരള ഹൈക്കോടതിയിലെ ഒരുപറ്റം അഭിഭാഷകരുടെ ഒരു അമിക്കസ് ക്യൂറിയായി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രോസസ്സിന് തുടക്കം. ാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാതെ. ഒരു പക്ഷേ ഹരീഷ് വസേ നമ്മൾ തിരിച്ചു വരാം. ഒരു ഇടവേള കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമുക്ക് ഈ ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും ശ്രീ കെ എം മാണി പറയുന്നത് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്നാണ്. മാധ്യമങ്ങൾ, അഭിഭാഷകർ, അതുപോലെ ആരോപണം ഉന്നയിച്ച ശ്രീ ബിജു രമേശ്, അതുപോലെ വിഴിഞ്ഞം കരാറിന്റെ നിറം കെടുത്താനുള്ള പ്രതിപക്ഷത്തിന്റെ നാടകമാണെന്ന് വരെ ശ്രീ കെ എം മാണി അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം കണ്ടതിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം ചർച്ച തുടരാം. ശ്രീ കെ എം മാണിയിലേക്ക്. ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് കരുതുന്നുണ്ടോ? വല്ല സംശയമുണ്ടോ? ഇത് എത്രയോ നാളെ ചർച്ച ചെയ്ത കാര്യമാണ്. പുതുമ വല്ലതും ഉണ്ടോ? ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? ഇതിപ്പോൾ സബ്ജുഡീസാണ്, കോടതിയിൽ പരിഗണനയ്ക്കിരിക്കുന്ന ഒരു വിഷയമായി. ഇതേ സംബന്ധിച്ച് ഞാനൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് അദാനിയുമായിട്ട് 5000 കോടി രൂപയുടെ ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ഒപ്പിടുന്ന ദിവസം ഐഡിയ ഗ്രേസ് കളയാൻ വേണ്ടി കരുതിക്കൂട്ടി പ്രതിപക്ഷം നടത്തുന്ന ഒരു നാടകം മാത്രമാണിത്. ഇതിനകത്ത് ഒന്നുമില്ല. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് മെറിറ്റിലേക്ക് കടന്ന് സംസാരിച്ചാൽ സബ്ജുഡീസാകും. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുന്നു. മന്ത്രി കെ എം മാണി സ്വകാര്യ വസതിയിൽ വെച്ചും അതോടൊപ്പം ഔദ്യോഗിക വസതിയിൽ വെച്ചും പണം കൈപ്പറ്റിയതിന്റെ തെളിവുകളുണ്ടെന്ന് SP സുകേശൻ തയ്യാറാക്കിയ ആദ്യ റിപ്പോർട്ടിൽ, അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടെന്നുള്ള തെളിവുകൾ, അതിന്റെ രേഖകൾ പീപ്പിൾ TV ഇന്ന് പുറത്തുവിട്ടിരിക്കുകയാണ്. 10 ലക്ഷം രൂപ ഔദ്യോഗിക വസതിയിൽ വെച്ചും വീട്ടിൽ വെച്ച്, അദ്ദേഹത്തിന്റെ പാലായിലെ വീട്ടിൽ വെച്ച് 15 ലക്ഷം രൂപ കൈപ്പറ്റിയ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശന്റെ റിപ്പോർട്ടിൽ നിന്ന്. ആ റിപ്പോർട്ട് മറച്ചുവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ വസ്തുതാവിവര റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ലീഗൽ ഒപ്പീനിയൻ എടുത്തുകൊണ്ട് എന്നുള്ള വ്യംഗ്യേന പുതിയൊരു റിപ്പോർട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ കൊടുപ്പിച്ച് റെഫർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ശ്രീ ഭാസ്കർ പിള്ള, താങ്കൾ കുറച്ചധികം കാലം കേരള കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. അടുത്തിടെ വരെ ശ്രീ കെ എം മാണിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളുമാണ്. നമുക്കറിയാം പൊതു സമൂഹം ശ്രീ കെ എം മാണിയെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്നും ഈ ബാർ കോഴ കേസ് എന്താണെന്നും അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്നും നിയമപരമായി അത് ഏതെല്ലാം വഴിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നെല്ലാം പൊതുജനങ്ങൾക്കറിയാം. നിയമപരമായി പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വല്ലാത്ത ഇടപെടലുകൾ ഉണ്ടായി ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇനി നിയമപരമായി നീങ്ങുന്നത് കോടതിയും അതുപോലെ CBI അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ശ്രീ ബിജു രമേശ് ഉന്നയിച്ചിരിക്കുന്നു. എന്തെങ്കിലും രീതിയിൽ ഇതിൽ ഒരു മാറ്റം ഉണ്ടാകുമോ? അല്ലെങ്കിൽ ശ്രീ കെ എം മാണി, താങ്കളുടെ ആദ്യകാല അനിഷേധ്യ നേതാവ്, ഈ കേസിൽ കുടുങ്ങുമോ? കെ എം മാണി ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും ഈ വസ്തുത അംഗീകരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് വിഴിഞ്ഞത്തിന്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടി പ്രതിപക്ഷങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഒന്നായിട്ടാണ് ഇതിനെ അദ്ദേഹം ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇത് അതിനകത്തൊരു കുറ്റബോധത്തോടു കൂടിയാണ് കെ എം മാണി സംസാരിക്കുന്നത്. അതുമാത്രം നമുക്ക് ആദ്യം മുതലേ ബിജു രമേശ് ഈ ആരോപണം ഉന്നയിച്ച ദിവസം മുതൽ നമുക്ക് തുടങ്ങിയ ശ്രീ കെ എം മാണിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അദ്ദേഹം ഇത് കൈപ്പറ്റി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആദ്യത്തെ 83 ദിവസം ഒന്നും മിണ്ടാതിരുന്ന കെ എം മാണി, കേരള കോൺഗ്രസിന്റെ കെ എം മാണി ഒഴിച്ചുള്ള 8 MLA മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ കെ എം മാണിയെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് മുഖ്യമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയും പറഞ്ഞതിന് ശേഷം മാത്രമാണ് 83ാമത്തെ ദിവസം കെ എം മാണി പത്രക്കാരെ കാണാൻ തയ്യാറാകുന്നത്. ആ അവസ്ഥ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ സുകേശൻ നടത്തിയ വിദഗ്ധമായ വിശദമായ അന്വേഷണം, അതിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങൾ, അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ട് ആരാണ് അട്ടിമറിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ഇനി CBI കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിജിലൻസിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ
അത് മറിച്ചിട്ടുണ്ടെങ്കിൽ, കമഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കൂടി CBI കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടത് ആവശ്യമായി വരികയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനപ്രവർത്തകരെന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഈ അഴിമതികൾക്ക് ഒരു വിരാമം ഇടാൻ നമുക്ക് കഴിഞ്ഞേ തീരൂ. അതിൽ ബിജു രമേശ് ഇവിടെ തുടങ്ങി വെച്ചത് അദ്ദേഹം ബാറിന്റെ ഉടമ എന്നുള്ള രീതിയിലല്ല ഞാൻ കാണുന്നത്. മറിച്ച് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി അദ്ദേഹം വീട്ടിൽ വെച്ചും ഔദ്യോഗിക വസതിയിൽ വെച്ചും വ്യക്തമായി രൂപ വാങ്ങി, കൈക്കൂലി വാങ്ങി എന്ന് തെളിഞ്ഞ ഒരവസ്ഥാവിശേഷം മന്ത്രിസഭയുടെ അധികാരം ഉപയോഗിച്ചൊന്ന് അട്ടിമറിച്ചാൽ അത് അട്ടിമറിച്ച് പോകുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനെതിരെ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് അത്യന്താപേക്ഷിതമാണ്. ഈ കേസ് തെളിയണം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, ഇപ്പോൾ ശ്രീ ഭാസ്കരപിള്ള പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്. ശ്രീ ബിജു രമേശ് ആദ്യം ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാർ ഉടമയാണ്, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നു, ബാറുകൾ അടച്ചുപൂട്ടുമ്പോൾ ഒരുപാട് കോടികൾ നഷ്ടം വരുന്നതിൽ സഹിക്കവരാതെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞു വന്നിട്ടും ബാറുകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും പല ബാറുടമകളും മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ സത്യം വെളിപ്പെടുത്താനോ തയ്യാറാവുന്നില്ല. പക്ഷേ ഒരു പുകമറ സൃഷ്ടിക്കുന്നുമുണ്ട്. എങ്ങനെ കാണുന്നു? ഇതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഒരു നിയമജ്ഞൻ എന്ന രീതിയിൽ? അല്ല, ഇതിനകത്തൊരു കേസ് മുന്നോട്ട് പോകുന്നതിന് തീർച്ചയായിട്ടും അത് ബാറുടമയാകാം, ഇതിനകത്ത് സ്ഥാപിത താല്പര്യക്കാരനാകാം, അല്ലാതിരിക്കാം. ക്രിമിനൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് വാസ്തവത്തിൽ സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് ക്രിമിനൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഫെയിൽ ആവുന്നത് കൊണ്ടാണ് ശ്രീ ബിജു രമേശിനെ പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് വരേണ്ടി വരുന്നത്. അത് അദ്ദേഹത്തിന് താല്പര്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം കൈക്കൂലി കൊടുക്കുന്നത് കണ്ടുവെന്നും നേരിട്ട് അറിവുണ്ടെന്നും ഒരു പൗരൻ കോടതിക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിയമ ഏജൻസികൾക്ക് മുമ്പാകെയോ ബോധ്യപ്പെടുന്ന നിമിഷം മുതൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത്. പക്ഷേ ഇവിടെ എന്താ കാണുന്നത്? സ്റ്റേറ്റിന്റെ തലപ്പത്ത് ശ്രീ KM മാണി ഇരിക്കുകയാണ്. KM മാണി നിയമവകുപ്പ് മന്ത്രിയാണ്. നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യം നിയമവകുപ്പ് മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒരു വളരെ സാധാരണക്കാരനായ SI റാങ്കിലോ അല്ലെങ്കിൽ DYSP റാങ്കിലോ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ടാവും, വീട്ടിൽ മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും. അവരുടെ എല്ലാം ഇടയിൽ എന്തുമാത്രം സമ്മർദ്ദത്തിൽ ഏർപ്പെട്ടാണ് ഒരു മന്ത്രിക്കെതിരായി, അതും നിയമമന്ത്രിക്കെതിരായി അന്വേഷണം നടത്തുന്നത്. അത് KM മാണിയെ പോലെ വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരായിട്ട് ഇത്രയും ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതിന് മുൻപ് അട്ടിമറിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ, കേരളത്തിലെ എല്ലാ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാർക്കും കൊടുക്കുന്ന മെസ്സേജ് ഇനി ഇങ്ങനെ അന്വേഷിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കോടതിയിൽ എത്തുമ്പോൾ തെളിവുകൾ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിൽ കോടതി പോലും ഇപ്പോഴത്തെ സ്റ്റേജിൽ ഇത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ തെളിവുകൾ കോടതിയിൽ എത്താതെ പോയാൽ ശ്രീ മാണി ഒരു കാര്യം നമുക്ക് സമയക്കുറവുണ്ട് എങ്കിൽ പോലും ശ്രീ ഹരീഷ് വാസുദേവിന് പറയാൻ പറ്റുന്ന ഒരു കാര്യം, അതായത് നിയമത്തിന്റെ കൂടുതൽ ഇടപെടലുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഇനി കോടതികളിലാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് റിപ്പോർട്ട് നൽകുന്നു, അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണ റെഫറൻസ് റിപ്പോർട്ട് നൽകിയതിനു ശേഷം കോടതി ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. രേഖകളിൽ വളരെ കൃത്യമായ തെളിവുകൾ പുറത്തു വരുന്നു. ഇത് കോടതിയിൽ നിയമപരമായി എത്രമാത്രം സ്റ്റാൻഡ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് മുൻ അനുഭവങ്ങൾ, മുൻ കേസുകൾ ഏതെങ്കിലും താങ്കൾക്ക് റെഫർ ചെയ്യാനുണ്ടോ? ചാരവൃത്തി കേസാണ് ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് മുമ്പിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്ന തെളിവുകളാണ് മറ്റേതൊരു മേലുദ്യോഗസ്ഥന്റെ പുറമേ നിന്ന് നോക്കുന്ന ആളുകളുടെ എല്ലാം തെളിവുകളെക്കാളും മറ്റ് മൊഴികളെക്കാളും പ്രധാനം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തന്നെയാണെന്ന് ചാരവൃത്തി കേസിലാണ് പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ സമാനമായ നിരവധി കേസുകൾ, അഭയ കേസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്ത് കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി ആദ്യത്തെ റിപ്പോർട്ട് തള്ളിക്കളയുന്നു, രണ്ടാമത് വീണ്ടും കോടതി റിപ്പോർട്ട് ചോദിക്കുന്നു, മൂന്നാമത് സ്ഥലത്ത് ചെന്ന് പരിശോധന നടത്താൻ വരെ ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർ, അന്നത്തെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തയ്യാറാവുന്നു. അത്തരത്തിലുള്ള നടപടികളുമായി കോടതിക്ക് ഇനിയും മുമ്പോട്ട് പോകാം. ഈ കേസിലെ വസ്തുതകൾ പരമാവധി കിട്ടുന്നതുവരെ ഈ കേസിലെ ട്രയൽ തുടങ്ങുന്നതിന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി ജുഡീഷ്യൽ ഓഫീസർക്ക് അധികാരമുണ്ട്. ഒറ്റ കാര്യം കൂടി, ഈ കേസിൽ CBI അന്വേഷണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിയമത്തിന്റെ കണ്ണിൽ രാഷ്ട്രീയം മാറ്റി നിർത്തി ഇതിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്തിനാ CBI എൻക്വയറിയെ ഗവൺമെന്റ് എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി സത്യസന്ധമായി ഈ കേസ് അന്വേഷിച്ചാലേ ഇത് തെളിയൂ എന്നുണ്ടെങ്കിൽ ശ്രീ KM മാണിക്ക് ഉൾപ്പെടെ സുപ്രീം കോടതി ഒരു കേസിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, KM മാണിയുടെ ആവശ്യമാണ് ഇതിനകത്തൊരു അന്വേഷണം നടത്തി അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ അല്ല എന്ന് തെളിയേണ്ടത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ ബിജു രമേശിന് പ്രതീക്ഷ നൽകുന്ന, ശരിക്കും വേണ്ടത് പ്രോസിക്യൂഷൻ കേസാണെങ്കിൽ പോലും ബിജു രമേശിന്റെ ആ നിയമയുദ്ധം
ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ഈ ഒരു കേസിൽ നിന്നുള്ള ഒരു സൂചകങ്ങളാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. SP സുകേശൻ നടത്തിയ ക്വിക്ക് വെരിഫിക്കേഷനിലും കെ മാണിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം. ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് സ്വരൂപിക്കുമ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത് നിയമപരമായി ഈ കേസ് നിലനിൽക്കും, കേസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പണം കൈമാറ്റം നടന്നത് കൃത്യമായി തെളിയുന്ന പാലായിലും തിരുവനന്തപുരത്തെയും വീടുകളിൽ വെച്ച് നൽകിയ പണമിടപാടിന്റെ തെളിവുകൾ ആ FIR-ലുണ്ട്. തുടരന്വേഷണത്തിന് തീരുമാനിച്ചു അതുകൊണ്ടാണെന്നും SP സുകേശിന്റെ റിപ്പോർട്ടിലുണ്ട്. നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അലി, ഇത്തരം കേസുകൾ കേരളത്തിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുണ്ടായിട്ടുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ടത്, ഇപ്പോൾ സോളാർ വിവാദം, ഇപ്പോൾ അവസാനം ആരോപണങ്ങൾ ശ്രീ പ്രതിപക്ഷ നേതാവ് വരെ പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ ഒപ്പിട്ടതിൽ വരെ സുതാര്യത ഇല്ലെന്നുള്ളൊരവസ്ഥ നിൽക്കുന്നു. കേസുകൾ നടക്കുമ്പോൾ പോലും ഇപ്പോൾ നിയമജ്ഞരൊക്കെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തെങ്കിലും ബാർ കോഴ കേസ് ഒരു വശത്ത് നിൽക്കുമ്പോൾ ബാറുകൾ തിരിച്ചു കിട്ടാൻ വേണ്ടി സോളിസിറ്റർ ജനറൽ വരെ കേസിൽ വാദിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ കോടതിയിൽ നിന്ന് പോലും അല്ലെങ്കിൽ നിയമജ്ഞരുടെ ഭാഗത്തു നിന്ന് പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പണത്തിന്റെ ഒരു ഭയങ്കരമായ ഇടപെടൽ ഈ ഒരു കേസിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് കൺഫ്യൂഷന്റെ ഒരു കാര്യമല്ല. ഇന്ത്യൻ ജനാധിപത്യം എന്ന് വെച്ചാൽ ഇന്നും മച്യൂരിറ്റി കൈവരിച്ചിട്ടില്ല. അതിന്റെ ബാലാരിഷ്ടതകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാലാരിഷ്ടതകളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫ്യൂഡൽ ആയിട്ടുള്ള ഒരുപാട് കെട്ടുപാടുകളുണ്ട്. ഫ്യൂഡലിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ അയാൾ അവസാനം എന്തൊക്കെ വൃത്തികേട് കാണിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവസാനം അയാളുടെ വൃത്തികേട് സോഷ്യൽ നോമാവും. അപ്പോൾ ഈ സെൻട്രൽ ട്രാവൻകൂർ കേന്ദ്രീകരിച്ചുള്ള കേരള രാഷ്ട്രീയത്തെ പ്രശ്നം അവർ പണ്ടേ അഴിമതി ഉണ്ടായിരുന്നു, മാന്യതിന്റെ ആശാനായിരുന്നു. ഇപ്പൊ അഴിമതി എന്നുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമല്ല, അതൊക്കെ നടക്കുക, അതൊക്കെ അവരുടെ ഒരു അവകാശമല്ലേ. ഈ ബിജു രമേശൊക്കെ ഒരുപാട് ആളുകളെ പാവങ്ങൾക്ക് കള്ള് നമ്പിക്കൊടുത്ത് കാശ് ഉണ്ടാക്കുക, കുറച്ച് പേർക്കും കൊടുക്കട്ടെ എന്ന രീതി നാട്ടുകാരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ ഒരു പറ്റും. പക്ഷെ ഒരു മച്ചേർഡ് ആയിട്ടുള്ള ഡെമോക്രസിയിൽ അത് പറ്റില്ല. ഇന്ത്യ ആ ഘട്ടത്തിലേക്ക് ഇനിയും പോകേണ്ടി. ഇപ്പൊ അമേരിക്കയിലൊന്നും ഇങ്ങനെ കേസ് വന്നാൽ രാജി വെക്കണം, രാജി വെച്ചിരിക്കും ആരാണെങ്കിലും. പ്രസിഡന്റാണ് ഇംപീച്ച് ചെയ്തിരിക്കും. ഇവിടെ അതില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, നമ്മളൊക്കെ ഒരു പ്രശ്നം ഇതൊക്കെ അറിയുന്നത്. ഇത് നമ്മളിപ്പോ എന്തൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ അവിടെ CBI അന്വേഷിച്ചാൽ പോലും ഈ കേസിൽ ഒരു തുമ്പുപാലുണ്ടാവില്ല. കാരണം വെച്ചാൽ അഭയ കേസിൽ CBI കോടതി എത്ര തവണ മാറി അന്വേഷിക്കാൻ പോകുന്നു. അവസാനം എന്താ ഇതുവരെ എന്തെങ്കിലും ആരെയും കണ്ടുപിടിച്ചോ? കൊലപാതകമാണ് അവസാന വിധി. ഇതിന് ആര് കൊന്നു, എങ്ങനെ കൊന്നു എന്ന കാര്യത്തിലൊന്നും തെളിവില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ CBI ഡയറക്ടർ ഗ്രൂപ്പ് സിനിമയിൽ ഒരു കഥാപാത്രം വന്നു, എനിക്കങ്ങ് ഡൽഹിയിലും ഉണ്ട് പിടി എന്ന് പറയുന്ന കുറെ ആളുകൾ സെൻട്രൽ ട്രാവൻകൂറിലുണ്ട്. അപ്പൊ അവരുടെ ഈ പിടിയെല്ലാം കൂടി കഴിഞ്ഞ് വിജു രമേശിനെ പോലെയുള്ള ആളുകൾക്കും പാവം മലയാളിക്കും ഒക്കെ നിലവിലുള്ള സാഹചര്യത്തിൽ നീതി കിട്ടാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. പക്ഷേ വളരെ വിജിലന്റ് ആണ് മാധ്യമങ്ങളും, അതോടൊപ്പം തന്നെ ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളും വിജിലന്റ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊക്കെ വിജിലന്റ് ആണ്. എന്നിട്ട് അരുവിക്കാർ എന്തുണ്ടായി? ഞാനിവിടെ 3 മണിക്കൂർ ഡിസ്കസ് ചെയ്താണല്ലോ ഒരു ദിവസം. അല്ല, താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ, അതായത് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ തെരഞ്ഞെടുപ്പതിന് മുമ്പ് ബാലകൃഷ്ണപിള്ളയും അഴിമതി ആരോപണം ശ്രീ ഭാസ്കരപിള്ള, ശ്രീ PC ജോർജ് ഇപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വിവാദങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. അതേസമയം കെ മാണിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ മൂർച്ചയേറിയ സംസാരങ്ങൾക്കും അല്ലെങ്കിൽ ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ ആ ശക്തമായ ഭാഷയ്ക്ക് വരെ ഒരു തണുപ്പാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് ഈ കേസിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും PC ജോർജ് അപ്രസക്തനായി കഴിഞ്ഞോ? PC ജോർജ് ഒരിക്കലും കേരള രാഷ്ട്രീയത്തിന് അപ്രസക്തമാകുകയില്ല. കേരള രാഷ്ട്രീയ രംഗത്തെ അഴിമതി വിരുദ്ധ മുദ്രാവാക്യത്തിന് നേതൃത്വം കൊടുക്കുന്ന, ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവായിട്ട് PC ജോർജ് രംഗത്തിരിക്കുകയാണ്. അരുവിക്കര തെരഞ്ഞെടുപ്പിലൂടെ സംഭവിച്ചു എന്നുള്ളതുകൊണ്ട്, അവിടെ ഇച്ചിരി വോട്ട് കുറഞ്ഞുപോയി എന്നുള്ളതുകൊണ്ട് അഴിമതി വിരുദ്ധ മുന്നണിയുടെ പ്രവർത്തനം നിന്നുപോയി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കേരള രാഷ്ട്രീയ രംഗത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉത്തമമായി അംഗീകരിക്കാൻ കഴിയുന്ന മുദ്രാവാക്യം തന്നെയാണ് അഴിമതി വിരുദ്ധ പോരാട്ടം. അഴിമതി വിരുദ്ധ പോരാട്ടം ഇപ്പൊ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അഴിമതി കോഴ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ചാനലുകളുടെ മാധ്യമങ്ങളുടെ പോരാട്ടം. നമുക്ക് ശ്രീ ആന്റണി രാജുവിലേക്ക് അവസാനമായി. ശ്രീ ആന്റണി രാജു, ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു, നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അപ്രമാദിത്വങ്ങൾക്കും വശംവദയായിട്ട് ഈ കേസ് ഈ ഒരു ഘട്ടം വരെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. കോടതി ഇടപെട്ടാൽ തീർച്ചയായും ഈ കോടതിയുടെ ഒരു ഇടപെടൽ വരും എന്നുള്ള ഒരു ചിന്ത പൊതുവെ നിയമജ്ഞർക്കിടയിലും വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലെങ്കിലും ഒരു മാറ്റം നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവേണ്ടി വരില്ലേ ശ്രീ ആന്റണി രാജു? ഇപ്പോൾ ഇത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ കോടതി സമൻസ് അയച്ചിരിക്കുന്നു, നോട്ടീസ് അയച്ചിരിക്കുന്നു, വാദഗതികൾ ഉയരാൻ പോകുന്നു, കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വിധി പ്രസ്താവിക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതൊരു പ്രിമച്വറായ ഡിസ്കഷനാണ്, സബ്ജുഡീസ് ആണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട കോടതി മുമ്പിലാണല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. കോടതി മുഴുവൻ വസ്തുതകളും പരിശോധിക്കട്ടെ. ശ്രീ DYSP സുകേഷിന്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ DGPയുടെ ഒപ്പീനിയൻ, ആ
അഭിഭാഷകരുടെ ഒപ്പീനിയൻ, തെളിവുകൾ, പരാതികൾ എല്ലാം ഉണ്ട്. ഇനി കോടതിയാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. കോടതി ജുഡീഷ്യൽ സ്ക്രൂട്ടിനി കഴിയുമ്പോൾ കോടതി പ്രസ്താവന നടത്തി. ഇവിടെ അങ്ങ് പറഞ്ഞു അഭയ കേസ്, ഒരു പക്ഷേ ഫ്രാൻസിസ് ജോർജ്, താങ്കളുടെ പാർട്ടിയുടെ തന്നെ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായ ശ്രീ ഫ്രാൻസിസ് ജോർജും അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞിരുന്നു. കോടതി വിധിയിലാണ് ഒരു പക്ഷേ കേരള കോൺഗ്രസിന്റെ പോലും പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും പ്രതീക്ഷയുള്ളതെന്ന് അനുമാനിക്കാം. ശ്രീ ബിജു രമേശ്, ഇനിയിപ്പോൾ കോടതിയിലേക്ക് പോകുമ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ താങ്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ CBI എൻക്വയറി വേണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞു ഇതിൽ ഈ കേസിൽ നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ തെറ്റുകാരല്ല എന്ന് സർക്കാരിനെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ CBI അന്വേഷണത്തിനുള്ള താങ്കളുടെ ആ അപേക്ഷ നിരാകരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് മൂവ് ചെയ്യാതിരിക്കാനുമെങ്കിലും ശ്രമിക്കണമെന്നുള്ളത്. ഫർദറായിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ശ്രീ ബിജു രമേശ്? അല്ല, ഇതിപ്പോ ഈ വിജിലൻസ് കോടതിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഫൈനലായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അപ്പീലായിട്ട് ഹൈക്കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെയും ഹൈക്കോടതിയിൽ പോയില്ല. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ കേസ് വിജിലൻസ് കോടതി നിരീക്ഷിക്കാനായിട്ട് വിജിലൻസ് കോടതിയോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ അന്നൊക്കെ ഗവൺമെന്റ് വളരെ ശക്തമായി എതിർത്തുകൊണ്ട് കേസ് ഇതാ തീർന്നു, അന്വേഷണം തീർന്നു, ഓരോ ഘട്ടത്തിലും പറയുന്ന അന്വേഷണം തീർന്നു, 3 ദിവസത്തിനുള്ളിൽ 4 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടാവും എന്ന് പറയുകയും പിന്നെയും 3 മാസം കഴിഞ്ഞ് കേസ് വിജിലൻസ് കോടതിയിൽ വരുമ്പോഴും തീരുമാനമായിട്ടുള്ള അന്വേഷണം അവരോട് എത്തിയിട്ടില്ല. അപ്പോൾ അന്വേഷണത്തിൽ കോടതി ഇന്റർഫിയർ ചെയ്യിക്കാൻ നന്നായിട്ട് നോക്കുകയുണ്ടായി. ഇത് മാത്രമല്ല, ഞാൻ കെ ബാബുവിനെതിരെ 50 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അതിന്റെ ഐ വിറ്റ്നസ് മാത്രമല്ല, ഞാനാ കൊണ്ടുപോയി കൊടുത്ത. കൈക്കൂലി കൊടുക്കുന്നത് കുറ്റമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ കൊടുത്തു എന്ന് വളരെ വ്യക്തമായി വിജിലൻസ് ഉദ്യോഗസ്ഥന് മൊഴി കൊടുത്തിട്ട് പോലും എന്തുകൊണ്ട് കേസ് എനിക്കെതിരെ കേസെടുക്കുക, എന്നെ പ്രതിയാക്കി കേസെടുക്കുക, അത് ചെയ്യുന്നില്ല. ബാബുവിനെതിരെയും കേസെടുക്കുന്നില്ല. ആ കേസ് ഒന്നുമില്ല, തെളിവുകളില്ല എന്ന് പറഞ്ഞ് അടച്ചു വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമായി തോന്നി. ഇത്രമാത്രം മൊഴി നമ്മൾ റിസ്ക് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് പോലും. ഒരു പക്ഷേ ഞാൻ ഒന്നോട് ചോദിച്ചു, സമയം കഴിഞ്ഞതുകൊണ്ടാണ്, ഈ താങ്കൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ താങ്കളുടെ സഹപ്രവർത്തകർ, താങ്കളുടെ സംഘടനയിൽപ്പെട്ടവർ ഈ സുപ്രീം കോടതി ഇത് വന്നാലെങ്കിലും അതിനുശേഷമെങ്കിലും താങ്കളോടൊപ്പം അണിചേരുമെന്നുള്ളത്? സുപ്രീം കോടതിയിൽ ബാറുകൾ തുറക്കാത്തൊരു വിധി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 90% ആൾക്കാരും ഇതിനൊപ്പം അണിനിരക്കും എന്നുള്ളതിൽ യാതൊരു പ്രതീക്ഷ. സുപ്രീം കോടതിയിൽ കേസ് പ്രതികൂലമാണെങ്കിൽ താങ്കളോട് വ്യക്തിപരമായി തന്നെ പറഞ്ഞു കാണും ഒരുപാട് ബാർ ഉടമകൾ ഇത് തുറന്ന് പറയാൻ തയ്യാറായിട്ട്. നമ്മുടെ എലിഗൻസ് ബിനോയ് പോലും ഇടയ്ക്ക് ചാനലിൽ പറയുമ്പോൾ അത് ധ്വനിക്കുന്നുണ്ടായിരുന്നു. അതാണ് പറയുന്നത്, ജനറൽ സെക്രട്ടറിയും പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധി വരട്ടെ, അതുവരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം കെ ബാബു ഉറപ്പ് നൽകിയിരുന്നതാണ് സുപ്രീം കോടതിയിൽ. അതുകൊണ്ടായിരിക്കും അറ്റോർണി ജനറൽ വരെ കേസ് വാദിക്കാൻ എത്തുന്നത്. അവരെ സഹായിക്കാമെന്നുള്ള ഉറപ്പ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ ബാർ തുറന്നു തരാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാവുമെന്ന് കെ ബാബുവിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അസോസിയേഷൻ പ്രതീക്ഷയോടുകൂടി പല ബാറുകാരും നിൽക്കുന്നത്. അപ്പൊ ആ വിധി വരട്ടെ, വിധി വന്നതിന് ശേഷം സഹായിച്ചില്ലെങ്കിൽ, സഹായിക്കാത്തൊരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബസ്സുകൾ പുറത്തു വരും എന്നുള്ളത്. താങ്കളുടെ ശുഭപ്രതീക്ഷയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. വളരെയധികം നന്ദി ഡോക്ടർ ബിജു രമേശ്, അതോടൊപ്പം ശ്രീ ആന്റണി രാജു, ശ്രീ ഫക്രുദ്ദീൻ അലി, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവ്, ഒപ്പം ശ്രീ ഭാസ്കര പിള്ള.